സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 നളചരിതം ആട്ടക്കഥയും ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയും തുള്ളലിലും എങ്ങനെയാണ് കഥാപാത്ര പരിചരണത്തെ സമീപിച്ചിട്ടുള്ളത് എന്ന് അവതരിപ്പിക്കാനുള്ളത് കലാമണ്ഡലം നിഖിൽ മലയാളപ്പുഴയാണ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കലാമണ്ഡലത്തിൽ ഇന്ന് ടെമ്പററിയായി വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണെങ്കിലും ദീർഘകാലത്തെ 1.5 പതിറ്റാണ്ടിന് മേലെയുള്ള ഓട്ടംതുള്ളലും പറയംതുള്ളലും മറ്റു തുള്ളൽ കലാരൂപങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം ഇന്ന് ഓട്ടംതുള്ളലിനെ അധികരിച്ച് നടത്തുന്ന ഏറ്റവും നല്ല പ്രഭാഷകരിൽ ഒരു വ്യക്തി, തുള്ളൽ സാഹിത്യവും അതേപോലെ തന്നെ അതിൻ്റെ പ്രകടനപരമായും എല്ലാ വിഷയത്തെ കേന്ദ്രീകരിച്ചും സംസാരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നളചരിതം എന്ന് പറയുന്ന നളചരിതം തുള്ളലിലും കഥകളിയിലും ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവർ രണ്ടുപേരും നളചരിതമെന്ന കഥയെ, ആ ഇതിവൃത്തത്തെ ആട്ടക്കഥയായും തുള്ളൽ കഥയായും മാറ്റുകയുണ്ടായി. കുഞ്ചൻ നമ്പ്യാർ മാറ്റുകയുണ്ടായി. അതിനൊരു ആമുഖം എന്ന രീതിയിൽ പണ്ട് മുതൽ തന്നെ പുരാണ ഇതിഹാസങ്ങളെ പ്രമേയങ്ങളാക്കി സ്വീകരിച്ചുകൊണ്ട് പല നാടോടി ക്ലാസിക്കൽ കലകളിലെല്ലാം അവതരണങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഭാരതത്തിൽ മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങളിലും അവരുടെ ഇതിഹാസ പുരാണങ്ങളെ അവലംബിച്ചുകൊണ്ട് പല നാടോടി കലാരൂപങ്ങളും നാടകങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണം പുരാണ ഇതിഹാസ കഥകൾ സർവ്വജനങ്ങൾക്കും സമ്മതമാണ് എന്നതുകൊണ്ടാണ്. ദക്ഷിണ ഭാരതത്തിലേക്ക് നോക്കിയാൽ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസ പുരാണങ്ങളെ മുൻനിർത്തി പല നാടോടി ക്ലാസിക്കൽ കലകളിലും പല അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ദക്ഷിണ ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അവിടെ ഒരു നമ്മുടെ പൊറോട്ടു നാടകത്തിനോട് ഒക്കെ ചേരുന്ന രീതിയിലുള്ള ചില നാടോടി അവതരണങ്ങളുണ്ട്. അതിൽ നളചരിതം പോലുള്ള ഇതിവൃത്തങ്ങൾ, അതായത് കേട്ടാൽ നമ്മളുടെ കാകളിയോട് യോജിക്കുന്ന രീതിയിലുള്ള തമിഴ് രീതിയിലുള്ള പാട്ടുശീലികൾ, അത് നളചരിതം ഇതിവൃത്തമാക്കിക്കൊണ്ട്, എൻ്റെ പേര് ഞാൻ ഓർത്തു പറയാം, ഇതിവൃത്തമാക്കിക്കൊണ്ട് ഉള്ള പ്രമേയങ്ങൾ തമിഴ്നാടിനകത്തും പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഇത് വിഭിന്നമല്ല. കേരളത്തിലെ ക്ലാസിക്കൽ കലകളിൽ
പണ്ട് മുതൽക്കേ പുരാണ ഇതിഹാസങ്ങളെ അവലംബിച്ചുകൊണ്ട് പല സാഹിത്യ ശാഖകളും രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്കൃതം, മണിപ്രവാളം, മലയാളത്തിലുമെല്ലാം പല രചനകളും ഉണ്ടായിട്ടുണ്ട്. പുരാണ ഇതിഹാസങ്ങളിലെ കഥകളെയും കഥാപാത്രങ്ങളെയും സാധാരണ ലൗകിക ജീവിതത്തിലെ കഥാപാത്രങ്ങളോട് സാധാരണീകരിച്ച് മാനുഷിക ഭാവത്തിലും ദൈവിക മാനത്തിലും അവതരിപ്പിച്ചു പോരുന്ന ഒരു രീതിയാണ് കേരളീയ ക്ലാസിക്കൽ കലകൾ ചെയ്തു പോരുന്നത്. വായനാനുഭവത്തിൽ പ്രമേയത്തിലെ കഥാപാത്രങ്ങളായി വായനക്കാരൻ മാറുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ പല സിനിമാറ്റിക്കായിട്ടുള്ള നോവലുകളുമൊക്കെ വരുന്നുണ്ട്. അത് കൂടുതലും യുവതലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ തരംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പഴയകാല നോവലുകൾക്ക് അപേക്ഷിച്ചിട്ട് അവരുടെ ജീവിതാനുഭവവുമായിട്ട് അവർക്കത് തോന്നുന്നുണ്ട്, ആ നോവലുകളിലെ ഓരോ കഥാപാത്രങ്ങളും. അതുപോലെ തന്നെ വായനക്കാരൻ്റെ മാനസിക വ്യാപാരങ്ങൾ പോലെ ഓരോരോ നേരത്ത് ഓരോരോ കഥാപാത്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. കാണുന്നതോ വായിക്കുന്നതോ ആവട്ടെ കഥയിലെ ജീവിതത്തെ സാധാരണ ജീവിതവുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയാണ് നാം ഇതിലൂടെ ചെയ്യുന്നത്. ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും അവലംബിച്ച് മാതൃകയാക്കി വിലയിരുത്തി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് സാധാരണ മനുഷ്യരായ നാം ചെയ്യുന്നത്. ഈ ഒരു ഉദ്ദേശമാണ് പുരാണ ഇതിഹാസങ്ങൾക്കുള്ളത്. എങ്കിൽ ആ സതുദ്ദേശത്തെ ദൃശ്യവൽക്കരിക്കലാണ് കേരളത്തിലെ ക്ലാസിക്കൽ കലകൾ ചെയ്യുന്ന ധർമ്മം. കേരളത്തിൻ്റെ തനതായ സംസ്കൃതിയിൽ രൂപീകൃതമായ കൂടിയാട്ടം, രാമനാട്ടം, കൃഷ്ണനാട്ടം, കഥകളി, മോഹിനിയാട്ടം, തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ ഇന്ന് നിലനിൽക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരു കലാരൂപങ്ങളും, അതായത് നമ്മളിവിടെ വിഷയമായിട്ട് എടുത്തിരിക്കുന്ന കഥകളിയുടെയും തുള്ളലിൻ്റെയും ഇരു കലാരൂപങ്ങളും ഇതിഹാസത്തിലെ കഥകൾ തന്നെയാണ് പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ നളോപാഖ്യാനം എന്ന അതിശ്രദ്ധേയമായ ഒരു ഉപാഖ്യാനത്തെയാണ് ആട്ടക്കഥാകാരനായ ഉണ്ണായി വാര്യർ നളചരിതമെന്ന ആട്ടക്കഥയാക്കി മാറ്റിയത്. തുള്ളൽ കഥകളിലൂടെ ജനകീയനായ കുഞ്ചൻ നമ്പ്യാർ നളചരിതം തുള്ളൽ കഥയായും നളചരിതം കിളിപ്പാട്ടായും മാറ്റി. അതായത് കുഞ്ചൻ നമ്പ്യാരുടെ ഇതര തുള്ളൽ കൃതികളല്ലാത്ത കൃതികളിൽ ശ്രദ്ധേയമായൊരു കൃതിയാണ് നളചരിതം കിളിപ്പാട്ട്. സത്യം പറഞ്ഞാൽ ഈ നളചരിതം കിളിപ്പാട്ട് ഇന്ന് എവിടെയും അങ്ങനെ അത്ര ലഭ്യമല്ല. കാരണം ഈ സെമിനാറിലേക്ക് കടന്നു വരുമ്പോൾ നളചരിതത്തിൽ നമ്പ്യാർ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുള്ള ചില തുള്ളൽ കഥയിൽ ചില ഭാഗങ്ങൾ, ആട്ടക്കഥയിലുള്ള കഥാഭാഗങ്ങൾ തന്നെ, മൂലകഥയിലുള്ള കഥാഭാഗങ്ങൾ മനഃപൂർവ്വം തന്നെ നമ്പ്യാർ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയിരിക്കുന്നത് നളചരിതം കിളിപ്പാട്ടിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഉണ്ണായി വാര്യർ നളചരിതം എഴുതിയപ്പോൾ പുരാണത്തിലെ നളോപാഖ്യാനത്തെ 4 ദിവസങ്ങളായി വിശദമായി കേരളീയ രംഗകലയായ കഥകളിയുടെ ദൃശ്യാത്മകതയ്ക്കനുസരിച്ച് വാർത്തെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്പ്യാർ പുരാണ കഥാപാത്രങ്ങളെ സാധാരണീകരിച്ചു സമൂഹത്തിലെ അരക്ഷിതാവസ്ഥകളെ സാമൂഹിക വിമർശനമായി കഥയിൽ ഉൾപ്പെടുത്തി 2 കളങ്ങളായിട്ടാണ് തുള്ളൽ നമ്പ്യാർ രചിച്ചിരിക്കുന്നത്. അതായത് കഥകളിയിലിപ്പം നളചരിതം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം എന്നിങ്ങനെയാണ് നളചരിതത്തെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചതെങ്കിൽ തുള്ളലിൽ ഈ ദൈർഘ്യമേറിയ കഥകൾ വരുമ്പോൾ 1-ാം കളം 2-ാം കളം എന്നാണ് പറയുന്നത്.
അതിൽ സ്വയംവരം വരെയുള്ള ഭാഗമാണ് ഒന്നാം കളം. അതിന് ശേഷമുള്ള ചില ഭാഗങ്ങൾ നമ്പ്യാർ ഒഴിവാക്കി, പക്ഷേ കഥ കൃത്യമായിട്ട് അവസാനിപ്പിക്കുന്നുമുണ്ട്. 2 കളങ്ങളായിട്ടാണ് രചന നടത്തിയിട്ടുള്ളത്. ആട്ടക്കഥാ രചനയ്ക്കും തുള്ളൽ കഥാ രചനയ്ക്കും നളോപാഖ്യാനം തന്നെയാണ് അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇരു കലകളിലും നളോപാഖ്യാനത്തിലെ കഥാപാത്ര ചിത്രീകരണവും കഥാപരിചരണവും നമുക്ക് വിശദമായിട്ട് താരതമ്യം ചെയ്യാം. ഇപ്പോൾ നളചരിതം അത് ഇപ്പം രാമായണമായിക്കോട്ടെ, അത് പല പ്രദേശത്തിനനുസരിച്ച്, അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ രാമായണത്തിൻ്റെ പല രീതിയിലുള്ള പല കൃതികളും നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ നളചരിതവും ഇതിൻ്റെ മൂലകഥയിൽ നിന്നും വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പല രീതിയിലുള്ള കൃതികൾ വന്നിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ ഒരു മൂലകഥ നോക്കുകയാണെങ്കിൽ ഏകദേശം കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിൽ ഏകദേശം മഹാഭാരതത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 8000 ശ്ലോകങ്ങളോടുകൂടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് പല ശ്ലോകങ്ങളും കൂട്ടിച്ചേർത്ത് അത് വലുതാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരുടെയും രചനയിൽ കഥയ്ക്ക് ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വ്യതിയാനങ്ങളുണ്ട്. ചില കഥാപാത്രങ്ങൾ ഉണ്ണായി വാര്യർക്കില്ല, ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയിലില്ല. ഇല്ലാത്ത കഥാപാത്രങ്ങൾ ചിലത് തുള്ളൽ കഥയിൽ ഉണ്ട് താനും. അന്നേരം ഇതിൻ്റെ നളോപാഖ്യാനത്തിൻ്റെ മൂലകഥ നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കത്തിൽ എന്ന് പറയാം. ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതം ആരണ്യപർവ്വത്തിലെ 27 അധ്യായങ്ങളിലായി 1034 അനുഷ്ഠിപ്പ് ശ്ലോകങ്ങൾ കൊണ്ട് വ്യാസമുനി അവതരിപ്പിക്കുന്ന നളോപാഖ്യാനമാണ് മൂലകൃതി. ചൂതിൽ തോറ്റു വനത്തിൽ കഴിയുന്ന ധർമ്മപുത്രർ തന്നേക്കാൾ ഭാഗ്യഹീനനായ ഒരാൾ ഈ ലോകത്ത് ഒരിടത്തും കാണുകയില്ല എന്ന് ദുഃഖിക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി ബൃഹദ്വശൻ എന്ന മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നളചരിതം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിഷധ രാജ്യത്ത് വീരസേനപുത്രനും സുന്ദരനും ഗുണസമ്പന്നനും ഇന്ദ്രതുല്യനുമായി നളൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇക്കാലത്തെ മറ്റൊരു പ്രധാനിയായ പ്രതിഭാശാലിയായിരുന്നു വിദർഭാധിപനായ ഭീമരാജാവ്. സന്തതിയില്ലാതെ ദുഃഖിച്ച ഭീമൻ്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം മദന മഹർഷി എത്തി. കൊട്ടാരത്തിലെത്തിയ മഹർഷിയെ രാജാവും ഭാര്യയും ചേർന്ന് പൂജിച്ച് തൃപ്തിപ്പെടുത്തിയതിനാൽ മുനി വരം നൽകുകയും രാജാവിന് ദമനൻ ദാന്തൻ എന്നീ പുത്രന്മാരും ദമയന്തി എന്ന പുത്രിയും ജനിക്കുകയും ചെയ്തു. നളഗുണങ്ങൾ കേട്ടറിഞ്ഞ ദമയന്തിയുടെ ഗുണങ്ങൾ വർണ്ണിച്ചു കേട്ട നളനും തമ്മിൽ കാണാതെ തന്നെ അനുരാഗത്തിലായി. നളൻ തൻ്റെ ഉദ്യാനത്തിൽ വെച്ച് സ്വർണ്ണ നിറമുള്ള കുറേ അരയന്നങ്ങളെ കാണുകയും അവയിലൊന്നിനെ പിടികൂടുകയും ചെയ്തു. തന്നെ കൊല്ലാതിരുന്നാൽ താൻ ദമയന്തി സന്നിധിയിലെത്തി നളഗുണങ്ങൾ വർണ്ണിച്ചു അവളിൽ അനുരാഗമുണ്ടാക്കാമെന്ന് ഹംസം പറഞ്ഞു. അങ്ങനെ രാജാവിൽ നിന്നും മോചിതനായ ഹംസം ദമയന്തിയുടെ അടുത്തെത്തി നളൻ്റെ അഭിലാഷം വർണ്ണിക്കുകയും അങ്ങനെയാവാമെന്ന ദമയന്തിയുടെ മറുപടി തിരിച്ചെത്തി നളനെ അറിയിക്കുകയും ചെയ്തു. ഭീമരാജാവ് മകളുടെ സ്വയംവരം നിശ്ചയിക്കുകയും അതിനുവേണ്ടി രാജാക്കന്മാരെയെല്ലാം ക്ഷണിക്കുകയും ചെയ്തു. ഇക്കാലത്ത് നാരദമുനി പർവ്വതമുനിയോടൊപ്പം ഇന്ദ്രനെ സന്ദർശിച്ചു. സ്വയംവര വാർത്ത അറിയിച്ചു. സ്വയംവരത്തിനായി ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നീ ദേവന്മാർ പുറപ്പെട്ടു. വഴിമധ്യേ നളനെ കണ്ട ദേവനായകന്മാർ തങ്ങളുടെ ദൂതനായി നളനെ നിയോഗിച്ചു. നളൻ ദമയന്തിയുടെ അന്തഃപുരത്തിലെത്തുകയും അവളോട് താൻ നളനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ദേവനായകന്മാരിൽ ഒരാളെ വിവാഹം വരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രാദികളും മറ്റെല്ലാവരും
ഇരിക്കുന്ന സഭയിൽ വെച്ച് ഞാൻ അങ്ങയെ വരിച്ചു കൊള്ളാമെന്ന് ദമയന്തി തൻ്റെ തീരുമാനം നളനെ അറിയിച്ചു. മടങ്ങിയെത്തിയ നളൻ ദമയന്തിയുടെ തീരുമാനം ദേവന്മാരെ അറിയിച്ചു. സ്വയംവരവേദിയിൽ 5 നളന്മാരെ ഒരുമിച്ച് കണ്ട ഭൈമി ദേവന്മാരോട് പ്രാർത്ഥിക്കുകയും ദേവന്മാർ യഥാർത്ഥ നളനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ദമയന്തി സ്വയംവരം കഴിഞ്ഞ് ദേവന്മാർ മടങ്ങും വഴി സ്വയംവരത്തിന് പോകുന്ന കലിയെയും ദ്വാപരനെയും കണ്ടു. സ്വയംവരം കഴിഞ്ഞെന്ന് ഇന്ദ്രനിൽ നിന്നറിഞ്ഞ കലി കോപിഷ്ഠനായി നളനെ ശപിക്കാൻ തക്കം പാർത്തു. കലി 12 വർഷത്തിനു ശേഷം നളനെ ബാധിച്ചു. കലി നളൻ്റെ സഹോദരനായ പുഷ്കരനെ നളനെ ചൂതിന് വിളിക്കാൻ പ്രേരിപ്പിച്ചു. ഇതനുസരിച്ച് പുഷ്കരൻ നളനെ ചൂതിന് വിളിച്ചു. ചൂതുകളി മാസങ്ങളോളം തുടർന്നു. നളൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. നഷ്ടപ്പെടുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയ ദമയന്തി കുട്ടികളെ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് അയച്ചു. ചൂതുകളിയിലെല്ലാം നഷ്ടപ്പെട്ട നളനോട് പുഷ്കരൻ ദമയന്തിയെ പന്തയം വെക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് നളനും ദമയന്തിയും ആഭരണങ്ങൾ ഊരിവെച്ച് ഒറ്റ വസ്ത്രം ധരിച്ച് ഇറങ്ങിപ്പോന്നു. കാട്ടിലെത്തി വിശന്നു വലഞ്ഞപ്പോൾ പക്ഷികളെ കണ്ട നളൻ ഉടുവസ്ത്രമഴിച്ച് അവയെ പിടിക്കുവാൻ ശ്രമിക്കുന്നു. പിന്നെയും കാട്ടിലേറെ വലഞ്ഞപ്പോൾ നളൻ ദമയന്തിക്ക് വിദർഭത്തിലേക്കുള്ള മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. പിന്നെയും സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു വഴിയമ്പലം കണ്ട് അവിടെ വിശ്രമിക്കുന്നതിനിടയിൽ നളൻ അടുത്തുനിന്നു കിട്ടിയ ഒരു വാളെടുത്ത് ദമയന്തിയുടെ ഉടുവസ്ത്രം പാതി മുറിച്ചെടുത്തു. നഗ്നത മറച്ചുകൊണ്ട് മറ്റൊരു വഴിയിലേക്ക് പോയി. ദുഃഖിച്ചലഞ്ഞ ദമയന്തിയെ ഒരു പെരുമ്പാമ്പ് പിടികൂടി. നിലവിളി കേട്ട് ഓടിയെത്തിയ കാട്ടാളൻ അമ്പുകൊണ്ട് പാമ്പിൻ്റെ വായ് പിളർന്ന് അവളെ മോചിപ്പിച്ചു. തന്നെ കണ്ട് കാമപരവശനായ കാട്ടാളനെ അവൾ ശപിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഒരു കച്ചവട സംഘത്തോടൊപ്പം സഞ്ചരിച്ചു തുടർന്ന് സുബാഹുവിൻ്റെ രാജ്യത്തിലെത്തിച്ചേർന്നു. നളൻ കാട്ടിലൂടെ അലഞ്ഞപ്പോൾ തീയിലകപ്പെട്ട കാർക്കോടകനെ കാണുകയും രക്ഷിക്കുകയും ചെയ്തു. നളനെ കാർക്കോടകൻ ദംശിച്ചു. 10-ാം ദിവസം നളൻ ഋതുവർണൻ്റെ സമീപത്തെത്തി ബാഹുകൻ എന്ന പേര് പറഞ്ഞിട്ട് തന്നെ സൂതനായി നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ഭീമരാജാവ് മകളെയും ഭർത്താവിനെയും അന്വേഷിക്കുവാൻ ബ്രാഹ്മണനെ നിയോഗിക്കുന്നു. അവരിൽ സുദേവൻ ചേതിനഗരിയിൽ ചെന്ന് ദമയന്തിയെ കണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. നളനെ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ബ്രാഹ്മണരിൽ പർണാദൻ എന്നൊരാൾ മടങ്ങി വന്ന് അയോധ്യയിലെ വിരൂപനായ ഒരാൾ ദമയന്തിയുടെ വാക്യത്തിന് മറുപടി നൽകിയതായി അറിയിച്ചു. ഇത് കേട്ട് ദമയന്തി അമ്മയോട് മാത്രം പറഞ്ഞുകൊണ്ട് സുദേവനോട് അയോധ്യയിലെത്തി തൻ്റെ 2-ാം സ്വയംവരത്തിൻ്റെ വാർത്ത അറിയിക്കുവാൻ പറഞ്ഞു. സുദേവൻ ഋതുവർണനെ അത് അറിയിക്കുകയും ബാഹുകൻ അത് കേട്ട് അസ്വസ്ഥനാകുകയും ചെയ്തു. ഋതുവർണനും ബാഹുകനും വാഷ്ണേയനും കൂടി കുണ്ഡിന നഗരിയിലേക്ക് യാത്ര പുറപ്പെട്ടു. തേർവേഗം കണ്ട് ഋതുവർണൻ അമ്പരന്നു. അക്ഷഹൃദയ മന്ത്രം പഠിക്കാൻ ആഗ്രഹിച്ചു. ബാഹുകൻ അത് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുകയും പകരം തനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അക്ഷഹൃദയം കേട്ട മാത്രയിൽ കലിബാധയകന്നു. വിദർഭാപുരിയിലെത്തിയ ഋതുവർണനെ കണ്ട ദമയന്തി സത്യാവസ്ഥ അറിയാൻ കേശിനി എന്ന തോഴിയെ നിയോഗിച്ചു. തോഴിയിൽ നിന്നും കേട്ട വാക്കുകളനുസരിച്ച് ബാഹുകൻ നളനാണെന്ന് ഉറച്ച ദമയന്തി കുട്ടികളെ നളൻ്റെ മുന്നിലേക്ക് അയച്ചു. കുട്ടികളെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ ബാഹുകൻ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അമ്മയോട് അനുവാദം വാങ്ങി ദമയന്തി ബാഹുകനെ സ്വന്തം കൊട്ടാരത്തിലേക്ക് വരുത്തി. താൻ നളനാണെന്ന് സമ്മതിച്ച ബാഹുകൻ 2-ാം സ്വയംവരം പരാമർശത്തെപ്പറ്റി ദമയന്തിയോട് ചോദിച്ചു. ദമയന്തി അതിന് വിശദീകരണം നൽകി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് സത്യമാണെന്ന് വായു സാക്ഷ്യപ്പെടുത്തി. കാർക്കോടകൻ നൽകിയ ദിവ്യവസ്ത്രം പുതച്ച് നളൻ സ്വന്തം രൂപം വീണ്ടെടുത്തു. കുറച്ചു മാസങ്ങൾ അവിടെ താമസിച്ചതിനു ശേഷം നളൻ പുഷ്കരൻ്റെ കൊട്ടാരത്തിലെത്തി അയാളെ ചൂതിന് വിളിച്ചു. ചൂതാട്ടത്തിൽ വിജയിച്ചു നളൻ സഹോദരനോട് ക്ഷമിച്ചു. നളകഥ വിവരിച്ചതിനു ശേഷം ബൃഹദ്ദശൻ മുനി
യുധിഷ്ഠിരനോട് ചൂതുകൊണ്ടെല്ലാം നഷ്ടപ്പെട്ട നളനുണ്ടായ ഈ ഉയർച്ച അങ്ങയ്ക്കും വരും. ഭാര്യയെ വേർപെട്ട നളൻ എത്ര കഷ്ടപ്പെട്ടു. അങ്ങയാണെങ്കിൽ ഈ വനത്തിൽ ഭാര്യയോടും സഹോദരന്മാരോടും ഒപ്പമാണല്ലോ എന്ന് ആശ്വസിച്ചു എന്നാണ് മൂലകഥയിൽ മഹാഭാരതത്തിൽ നള കഥ പറയുന്നത്. ഇതിൽ ഇനി ആട്ടക്കഥാ സാഹിത്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഥകളി എന്ന ശ്രേഷ്ഠമായ അഭിനയ കലയ്ക്ക് വേണ്ടി മാത്രമാണ് ആട്ടക്കഥാ സാഹിത്യം ഉണ്ടാക്കിയത്. ആട്ടക്കഥാ സാഹിത്യം അതിൻ്റെ ഭാഷ കൊണ്ടും ഘടന കൊണ്ടും ലോകത്തിലെ മറ്റൊരു സാഹിത്യശാഖയോടും സാമ്യമുള്ളതായി കാണുന്നില്ല. കർണാടക സാഹിത്യത്തിലുള്ള യക്ഷഗാനവും തമിഴ് സാഹിത്യത്തിലോട് ഉള്ള മേള നാടകവും കഷ്ടിച്ച് നമ്മുടെ ആട്ടക്കഥാ സാഹിത്യത്തിനോട് അടുത്തു വരുന്നുണ്ട്. ഭഗവതമേള നാടകം ഒരു സാഹിത്യ പ്രസ്ഥാനമായി വളർന്നതുമില്ല. യക്ഷഗാനം കേവലമൊരു നാടോടി സാഹിത്യമാണ്. ആ നിലയ്ക്ക് ആട്ടക്കഥാ സാഹിത്യം ഇവയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കി കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച രാമനാട്ടം എന്ന 8 കഥകളാണ് സാഹിത്യലോകത്തെ ആദ്യ ആട്ടക്കഥകൾ. കൃഷ്ണനാട്ടത്തിൻ്റെ സാഹിത്യഘടന അനുസരിച്ചാണ് രാമനാട്ടത്തിൻ്റെ രചന നടത്തിയിട്ടുള്ളത്. കൃഷ്ണനാട്ടം തനി സംസ്കൃതത്തിലാണ് രചിച്ചിട്ടുള്ളത്. പക്ഷേ കൃഷ്ണനാട്ടത്തേക്കാൾ ജനകീയമായത് രാമനാട്ടമാണ്. അതിനു കാരണം ആട്ടക്കഥയും ഇവിടെ രചനയ്ക്ക് ഉപയോഗിച്ച ഭാഷ തന്നെയാണ്. പൊതുവെ മണിപ്രവാളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണനാട്ടത്തേക്കാൾ രാമനാട്ടം പ്രചരിച്ചു. ആട്ടത്തിനുള്ള സാഹിത്യമാണ് ആട്ടക്കഥാ സാഹിത്യം. ആട്ടം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കളി എന്നാണ്. അതുകൊണ്ട് തന്നെ കഥകളി സാഹിത്യം ആട്ടക്കഥാ സാഹിത്യമായി മാറി. ആട്ടക്കഥയുടെ രചനയിൽ 4 തരം സാഹിത്യ രൂപങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്ലോകം, പദം, ദണ്ഡകം, ചൂർണിക. ഇതിൽ ദണ്ഡകമില്ലാത്ത ആട്ടക്കഥകളുമുണ്ട്. കഥകളിയുടെ അവതരണത്തിൽ പ്രാരംഭ ചടങ്ങുകളിൽ 4ാമത്തെ ചടങ്ങാണ് പുറപ്പാട്. ഓരോ ആട്ടക്കഥയ്ക്കും ഓരോ പുറപ്പാട് വീതം ഉണ്ടാകും. കഥയോട് ബന്ധപ്പെടുത്തി തന്നെയാണ് പുറപ്പാടിൻ്റെ സാഹിത്യവും രചിച്ചിട്ടുള്ളത്. ഇതിൽ സന്താനഗോപാലത്തിലേക്ക് ചില പുറപ്പാടുകൾക്ക് ചില പ്രത്യേകത ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. താളനിബന്ധമാണ് പദങ്ങൾ. കഥകളിയിൽ സാധാരണ 4 വിധം താളങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെമ്പട, ചെമ്പ, അടന്ത, പഞ്ചാരി. ഈ താളങ്ങൾക്കനുസരിച്ച് പദങ്ങളുടെ രചന മിക്കതും നടത്തിയിട്ടുള്ളത്. എന്നാൽ നളചരിതത്തിന് താളത്തിന് അക്ഷരം വെക്കാൻ പ്രയാസമുള്ളതായും കാണാമെന്ന് ചില വേഷക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഥകളിയുടെ സന്ദർഭത്തിനും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും ചേർന്നാവണം ആട്ടക്കഥാ സാഹിത്യങ്ങളിൽ വിവിധ തരം രാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ശങ്കരാഭരണം, പാടി, തോടി, നീലാംബരി ഇങ്ങനെ തുടങ്ങി അനേകം രാഗങ്ങൾ, ഇപ്പം അടുത്ത ദേശ് തുടങ്ങിയ രാഗങ്ങളെല്ലാം അടുത്ത കാലങ്ങളിൽ ഇപ്പം കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. തുടങ്ങിയ കവിവാക്യവും കഥാപാത്രവാക്യവും അടങ്ങുന്ന ഗീതാഗോവിന്ദത്തിൻ്റെ ഘടന അനുസരിച്ച് രാമനാട്ടം എന്ന 8 കഥകളിലൂടെ കൊട്ടാരക്കര തമ്പുരാൻ ആട്ടക്കഥാ പ്രസ്ഥാനത്തിന് ജന്മം നൽകി. എങ്കിലും ഇന്നു കാണുന്ന തരത്തിൽ ആട്ടക്കഥയെ പാകപ്പെടുത്തിയെടുത്തത് കോട്ടയത്ത് തമ്പുരാനാണ്. വിഷയസ്വീകരണം, പാത്രസൃഷ്ടി, ശ്ലോകനിർമ്മിതി, പദസ്വരൂപണം, രാഗതാളബന്ധം, അവയുടെ കാലപ്രമാണം മുതലായ കാര്യങ്ങളിൽ പിന്നീട് വന്ന എല്ലാ ആട്ടക്കഥാ കൃത്തുക്കൾക്കും മാതൃകയായതും കോട്ടയത്തു തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ആട്ടക്കഥകളുമാണ്. ഇനിയും അടുത്തത് വരുമ്പോൾ തുള്ളൽ സാഹിത്യത്തിലേക്ക് വരാം. ഇതിൽ കേരളത്തിലെ ജനകീയ കലയായ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോഴും അതിന് മുമ്പും ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണെന്ന് കേട്ട് അങ്ങനെ നമ്മളുടെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും ഇന്ന് കാണുന്ന തുള്ളലിലുള്ള ഒട്ടുമിക്ക സാഹിത്യങ്ങളും
അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. അത് തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം പക്ഷേ കുഞ്ചൻ നമ്പ്യാർ ആദ്യകാലത്ത് 1930 കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള റെഡ്യാർ ആണ് ആദ്യത്തെ തുള്ളൽ കൃതികളുടെ സമാഹാരം 64 തുള്ളൽ കഥകൾ എന്ന് പറഞ്ഞാണോ, അതായത് 75 തുള്ളൽ കഥകളാണോ എന്ന് പറഞ്ഞൊരു പുസ്തകം ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തു. ഉള്ളൂരിൻ്റെയും ചില വിമർശനങ്ങളും പല അന്നത്തെ കവികളുടെ ചില വിമർശനങ്ങളിൽ ഇന്ന കഥകൾ കുഞ്ചൻ നമ്പ്യാരുടെ അല്ല എന്നുള്ള രീതിയിലുള്ള ചില വാദപ്രതിവാദങ്ങളും വലിയ രീതിയിലുള്ള തർക്കങ്ങളും സാഹിത്യ ലോകത്ത് നിലനിന്നിരുന്നു. അങ്ങനെ പി കെ ശിവശങ്കരപിള്ള സാറിൻ്റെ ഒരു സംശോധനത്തിൽ കേരള സാഹിത്യ അക്കാദമി 40 തുള്ളൽ കഥകൾ എന്ന രീതിയിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. MS ചന്ദ്രശേഖര വാര്യർ DC ബുക്സിൽ അതും 40 തുള്ളൽ കഥകൾ 42 തോന്നുന്നു, സന്താനഗോപാലവും കൂടി അതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ബുക്ക് പുറത്തു വന്നിരുന്നു. പക്ഷേ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾക്ക് പുറമേ 100-ലധികം തുള്ളൽ കഥകൾ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം തന്നെ രചിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ കൃതികളുടെ ഏക ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർ കിള്ളിക്കുറിശി മംഗലം പരദേവതയായിട്ടുള്ള ശിവനെയും പത്മനാഭനെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പരദേവതകളെയൊക്കെ സ്തുതിക്കുമ്പോൾ നമ്പ്യാർക്ക് പിന്മുറക്കാരായിട്ട് വന്നിട്ടുള്ള തുള്ളൽ കഥാ രചയിതാക്കളെല്ലാം തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഈ വഴി സ്വീകരിക്കുകയാണ് ചെയ്തത്. അന്നേരം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളായിട്ട് ഇപ്പം നളയരുതൻ തന്നെ ധരണി മണ്ഡലേ കിള്ളി കുറിശി ശ്രീ മഹാദേവൻ വരമൊന്നു കിള്ളിക്കുറിശി അമർന്ന മകേശൻ കാത്തൊരിളയണം എന്നാണ് നളയരുതത്തിലെ ആദ്യത്തെ ഗണപതിക്ക് ശേഷം ഉള്ള ഇത്. അന്നേരം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പരദേവതകളെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെയൊക്കെ പരാമർശിച്ചു കൊണ്ടാണ് ഇന്ന കഥകൾ കുഞ്ചൻ നമ്പ്യാരുടെ ആണെന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടത്. പക്ഷേ നമ്പ്യാർക്ക് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യരും മറ്റ് കവികളുമെല്ലാം തന്നെ നമ്പ്യാരുടെ ഈ പാത പിന്തുടർന്നു. അതുകൊണ്ടാണ് റെഡ്യാർക്ക് ഈ കിള്ളിക്കുറിശി മംഗലം പരദേവതയും അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെയും എല്ലാം സ്തുതിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെ ആണെന്ന് ധരിച്ചുകൊണ്ട് ആദ്യത്തെ ഇതിൽ അങ്ങനെ അത് ഉള്ളൂരൊക്കെ അതിൽ ഇന്ന കൃതികൾ എനിക്ക് നേരിട്ടറിയാം അത് ഇന്നയാളുടെ കൃതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൃത്യമായ രീതിയിൽ പിന്നീടാണ് അത് തിരിക്കപ്പെട്ടിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ തുള്ളലുണ്ടായിരുന്നു. അതായത് ഇന്ന് കാണുന്ന തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ തുള്ളൽ രീതി കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പേ ഉണ്ട്. അതുമാത്രമല്ല, കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ തുള്ളലുണ്ടായിരുന്നു, അതേപോലെ തന്നെ സാഹിത്യവും ഉണ്ടായിരുന്നു. അത് കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ പല തുള്ളലുകൾ ഉണ്ടാകാം, പക്ഷെങ്കിൽ സാഹിത്യം കുഞ്ചൻ നമ്പ്യാരുടെ കാലം മുതലെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കൊരു ധാരണ. അതായത് ആദ്യത്തെ കൃതി കല്യാണ സൗഗന്ധികമാണ്. അതിനോട് ശേഷമാണ് തുള്ളലിന് ഇതുപോലെയുള്ള ഒരു സാഹിത്യ ശാഖ തുള്ളൽ പാട്ടുകൾ അല്ലെ തുള്ളൽ കൃതികൾ എന്ന രീതിയിൽ വരുന്നതെന്നാണ് നമ്മൾ പലരും കരുതി വച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ തുള്ളൽ കൃതികളുണ്ട്. അതിന് ഉദാഹരണമാണ് കൃഷ്ണാർജുന യുദ്ധം എന്ന് പറയുന്നൊരു തുള്ളലുണ്ട്. അത് പറയും തുള്ളലാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്, അത് സീതങ്കരാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. കാരണം അത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാരീതിയിൽ നിന്നും സ്വല്പം വ്യത്യാസമുണ്ട്. മണിപ്രവാളത്തിൻ്റെ ഭയങ്കരമായൊരു സ്വാധീനം ആ തുള്ളലുകൾക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കൃഷ്ണാർജുന യുദ്ധം മാത്രമല്ല, മറ്റ് പല കൃതികളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആരുടെയാണെന്നോ ആരാണോ രചിക്കപ്പെട്ടിട്ടുള്ളതെന്നോ ഒന്നും തന്നെ അജ്ഞാതകർതൃമായിട്ട് അറിയപ്പെടുകയാണ്. ഇതിന് നമുക്കൊരു തെളിവെന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പേ തുള്ളലുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും ഞാനിങ്ങനെ ചുമ്മാ കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പേ തുള്ളലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ, ഇതിനൊരു തെളിവ് വേണം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്പ്യാർ ജനിക്കുന്നതിനു മുമ്പ് തന്നെ മതിലകം രേഖകളിൽ ഒരു ദിവസം 12 തുള്ളൽക്കാർക്ക് പ്രതിഫലം നൽകിയതായിട്ട് മതിലകം രേഖകളിൽ തെളിവുണ്ട്. അന്നേരം എനിക്കുള്ള ഒരു സംശയം, ഈ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുള്ളൽ നടത്തുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സമയമുണ്ട്. അതിൽ ഈ 12 തുള്ളൽക്കാർ ഒന്നിച്ച് തുള്ളുകയാണോ അതോ ഇനിയും ഓരോരുത്തരും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നത്തെ കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അതുമാത്രമല്ല, അവിടെ തുള്ളലുകൾ കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ നടന്നിട്ടുള്ളതിനായിട്ട് കൃത്യമായ രേഖകളുമുണ്ട്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലും ഈ മണിപ്രവാളത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് കുഞ്ചൻ ഇപ്പോൾ പാണ്ഡൻ നായുടെ വല്ലിന് ശൗര്യം മണ്ടേ പോലെ അങ്ങനെ ഒരു മലയാളത്തിൽ നിന്നും വിട്ടൊരു മണിപ്രവാളത്തിൻ്റെ രീതിയിലേക്ക് കിട്ടിയിട്ടുള്ള ചില തുള്ളൽ പാട്ടുകളുണ്ട്. അത് ഇച്ചിരി കൂടി നമ്പ്യാർക്ക് മുമ്പേ പഴക്കമുള്ളതാണ്. അതിൻ്റെ രചനാശൈലിയും ഒക്കെ നമുക്ക് കണ്ടുവരുമ്പോൾ അതിൽ കൃഷ്ണാർജുന യുദ്ധം തുള്ളൽ മാത്രമാണ് എൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ കുറേ തുള്ളലുകൾ ഉണ്ട് എന്നാണ്. കൃഷ്ണാർജുന വിജയമല്ല, കൃഷ്ണാർജുന യുദ്ധം. കൃഷ്ണാർജുന വിജയം നമ്പ്യാരുടേതാണെന്നുള്ള രീതിയിൽ ആദ്യത്തെ ബുക്കിലുണ്ടെങ്കിലും പിന്നീട് അമ്പയാറ്റ് മണിക്കരുടെ കൃതിയായിട്ട് പിന്നീടത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇതിനുള്ള തെളിവുകൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ അവതരണങ്ങളും സാഹിത്യവും ഉണ്ടെന്നും അവയ്ക്ക് പ്രചാരവും ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ കാലത്തോടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യശാഖയ്ക്ക് കൃത്യമായ ചട്ടക്കൂട് രൂപപ്പെടുന്നു. അതായത് തുള്ളലിൻ്റെ കുഞ്ചൻ നമ്പ്യാരോട് കൂടിയാണ് തുള്ളൽ പാട്ടുകൾക്ക് കൃത്യമായ ഒരു ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നുള്ള ഒരു കൃത്യമായൊരു ക്ലാസിഫിക്കേഷൻ വരുന്നതും. അതുമാത്രമല്ല, ഓരോന്നും ഇപ്പം ഓട്ടംതുള്ളലാണെങ്കിൽ തന്നെ അതിൻ്റെ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ശീതങ്കം തുള്ളലാണ്. അന്നേരം ശീതങ്കം തുള്ളൽ ഇപ്പം നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാശടാ എന്ന് നീട്ടിപ്പാടണം. കാരണം എന്നാലേ വൃത്തം കറക്റ്റാകത്തുള്ളൂ. അന്നേരം അതിനകത്തിൽ നമ്മളിപ്പോൾ കാകളി, അതികാകളി എന്നുള്ള വൃത്തങ്ങളുടെ വൃത്തത്തിലാണ് ഇത് വരുന്നത്. ഇത് കാകളി. അന്നേരം മാത്രം 5 അക്ഷരം ചേർന്നിട്ടുള്ള 8 ചേർന്നുള്ള ഈരടിക്ക് ചൊല്ലാം കാകളി എന്നു പേർ എന്ന് വൃത്തലക്ഷണം പറയുമ്പോൾ ഒരു ഖണ്ഡത്തിൽ 5 മാത്രകൾ വീതം വരുന്ന 4 ഖണ്ഡങ്ങളുണ്ടായിരിക്കണം. അതിൽ 2 വരിയിലാകുമ്പോൾ 8 എണ്ണം. അന്നേരം 4 20 40. ഒരു വരിയിൽ 20 മാത്രമേ. 20ൻ്റെ പകുതി നമുക്ക് നോക്കുകയാണെങ്കിൽ 10 എന്ന് പറയുന്നത് തുള്ളലിൽ പ്രയോഗിക്കുന്ന രീതി, താളത്തിൻ്റെ രീതിയാണ് പറയുന്നത്. അന്നേരം തത്തിന്തത്ത ധി തെയ് തെയ്, ഇത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്, ചെമ്പയാണ്. ഇതിൻ്റെ ഒരു പകുതി തുള്ളലിലുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ തുള്ളലിൽ ചെമ്പ പിടിക്കുന്നൊരു സാധനം, രഘുനൃപതി കുലതിലക നലകുഭുജ വിക്രമൻ, ഈ സാധനം തന്നെ ചെമ്പയിൽ രഘുനൃപതി കുലതിലക നലകുഭുജ വിക്രമൻ രാമഭദ്രസ്വാമി ദേവനൻ ദൈവതം, ഇതും ചെമ്പയാ. 10ൻ്റെ പകുതി 5 ആണെന്നേ ഉള്ളൂ. ഇനി ഇത് 2.5 ആയിട്ടും പ്രയോഗിക്കാം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാശട. അന്നേരം വൃത്തം എന്ന് പറയുന്നത്, വൃത്തത്തിൽ നിന്നാണ് താളം ഉണ്ടാകുന്നത്, അല്ലേ? താളത്തിൽ നിന്നാണ് വൃത്തമുണ്ടായി. 2 രീതിയിലും നമുക്ക് പറയാം. അന്നേരം ശീതങ്കനാണെങ്കിൽ ഒരു കാകളി വൃത്തത്തിൽ ചെമ്പ നടയിലായിരിക്കണം. ഇപ്പോൾ ഓട്ടംതുള്ളലിലാണെങ്കിൽ ഇന്ന താളത്തിലായിരിക്കണം. അതായത് ചെമ്പട താളമാണ് ഓട്ടംതുള്ളലിൽ വരുന്നത്. ചെമ്പട താളം എന്ന് പറയുമ്പം മർക്കട വരെ ചെമ്പട 8, 16 അങ്ങനല്ലേ. ചെമ്പട 4 തുള്ളലിലുണ്ട്. 8ൻ്റെ പകുതി 4. അതായത് ഇപ്പം മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉർക്കടരോക്ഷമി എന്നത് ഗരുഡൻ. അത് ഒന്നിച്ചു പാടുമ്പോൾ മർക്കടവരനുടെ വാക്കുകൾ കേട്ടിട്ടുക്കടരോക്ഷമി എന്നത് ഗരുഡൻ അങ്ങനെ വരും. 8. അന്നേരം മക്കടവരനുടെ വാക്കുകൾ കേട്ടിട്ടുക്കടരോക്ഷമി എന്നത് ഗരുഡൻ
കറക്റ്റ് 8 വരുന്നുണ്ട്. അത് കൂട്ടിപ്പാടുമ്പോൾ അതിൽ ഒന്നായിട്ട് ഇപ്പോൾ അടിസ്ഥാനം പഠിപ്പിക്കുമ്പോൾ ഈ 4 തൊട്ടാണ് 4, 8 ഈ 2 ചെമ്പട ഭാഗങ്ങളാണ് നമുക്ക് തുള്ളലിലുള്ളത്. തുള്ളലിലുള്ള താളങ്ങളെന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ഇപ്പം കഥകളിയിൽ കൃത്യമായിട്ട് 4 താളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലും തുള്ളലിൽ ഉള്ള താളങ്ങൾ എന്ന് പറയുന്നത് 11 താളങ്ങളാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അന്നേരം ഈ തുള്ളൽ സാഹിത്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ താളങ്ങളെ കൂടി പറഞ്ഞിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ്. അന്നേരം അത് കുഞ്ചൻ നമ്പ്യാരുടെ എല്ലാ കൃതികളിലും എല്ലാ കാര്യത്തെക്കുറിച്ചും വൃത്തത്തെക്കുറിച്ചായാലും താളത്തെക്കുറിച്ചായാലും എല്ലാത്തിനെക്കുറിച്ചും നമ്പ്യാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം കാകളി പിന്നെന്തോ കുണ്ടനാച്ചി താളം എങ്ങനെയാണെന്ന് അദ്ദേഹം വരിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആരോടും തർക്കിക്കാനൊന്നും പോകണ്ട, ആ വരിയിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷണം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഗുരു 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 ലഘു ഗുരു ലഘു 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 ഗുരു യുഗകാരിക താളം, ലഘു 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 3 ലഘുക്കളും 1 ഗുരുവും ചേർന്നതാണ് കാരിക താളം. അങ്ങനെ ഓരോ രീതിയിലും പറഞ്ഞു പോകുന്നുണ്ട്. അന്നേരം കൃത്യമായിട്ട് അതിൽ പെട്ടെന്ന് പറഞ്ഞാൽ കാളിയമർദ്ദനത്തിൽ ചെമ്പചെമ്പട പഞ്ചകാരിക കുണ്ടനാച്ചി അടന്തയും കുംഭരൂപക ലക്ഷ്മി മർമ്മവും പഞ്ചതാളവും ഏകവും എന്ന രീതിയിൽ ഇത്രയും താളങ്ങളാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന തുള്ളലിൽ ഈ പറയുന്ന താളങ്ങളല്ലാത്ത ചില താളങ്ങളൂടെ കാണാൻ കഴിയും. അത് പറഞ്ഞു വരുമ്പോൾ കേരള കലാമണ്ഡലത്തിൽ 1956 തുള്ളൽ വരുന്നു. അതുവരെ തൊപ്പിമദ്ദളമായിരുന്നു വാദ്യം. തൊപ്പിമദ്ദളം കേരളീയ അതിലെ പ്രാചീന താള പദ്ധതിയിൽ പ്രയോഗിക്കുന്ന വാദ്യം. ആ സ്ഥാനത്തേക്ക് മലബാർ രാമൻ നായർ മൃദംഗം കൊണ്ടുവരുന്നു. മൃദംഗം ദക്ഷിണേന്ത്യൻ കർണാടക സംഗീത താള പദ്ധതിയിലെ 35 താളപട്ടികയിൽ കണക്കാക്കുന്ന രീതിയിൽ വരുന്നു. അവർ നമ്മളുടെ രീതി ഈ താളങ്ങളെ അവർ കണക്കാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ രീതിയിൽ വരുമ്പോൾ ഈ കൂടെ കിടന്ന പനി പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ചില ചെറിയ മാറ്റങ്ങൾ അവിടെ വെച്ച് സംഭവിക്കുമ്പോൾ ഞങ്ങൾ ചില സാധനങ്ങൾ മിശ്ര ചാപ്പാകുന്നു, ഗണ്ട ചാപ്പാകുന്നു. സാധനങ്ങളെല്ലാം ഒന്നായിരിക്കും, പക്ഷെങ്കിൽ അതിന് ആ പെർക്കഷൻ്റെ മാറ്റത്തിൽ വന്നതുകൊണ്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ സാഹിത്യത്തിന് അതിനു മുമ്പുണ്ടായിരുന്ന സാഹിത്യത്തെക്കാൾ അല്പം കൂടി മിഴിവുണ്ടായിരുന്നു. തുള്ളൽ എന്ന ദൃശ്യകലയ്ക്ക് അടിസ്ഥാനമാക്കിയ ഘടകം അത് കൂടുതലായിട്ട് ഇനി അതിനെക്കുറിച്ച് ഞാൻ തുള്ളൽ സാഹിത്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഇത് പറയുമ്പോൾ ആദ്യം തന്നെ തുള്ളലിൻ്റെ സാഹിത്യ രൂപത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ശ്ലോകം, ദണ്ഡകം അങ്ങനെ കഥകളിക്ക് വരുന്ന പോലെ തുള്ളൽ കൃതിയിൽ ആദ്യം വരുന്നത് ഒരു സ്തുതിയാണ്. ആ സ്തുതി തുടങ്ങിയതിന് ശേഷം നളചരിതത്തിൻ്റെ സ്തുതി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതൊരു പുരരൂപവാകിയ ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ശിവനെ സ്തുതിക്കുന്ന, അതായത് ഒരു 20 മിനിറ്റ് നേരത്തേക്കുള്ള സ്തുതി. അതിനുശേഷം ഇദ്ദേഹം ഒരു പൂർവ്വകഥയോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കഥ തുടങ്ങിയതിന് ശേഷമാണ് കഥയിലേക്ക് വരുന്നത്. കഥയിലേക്ക് വരുമ്പോൾ കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ നളചരിതത്തിൽ തന്നെ ഉദാഹരണമാണ്. നളൻ്റെ കഥ പറഞ്ഞു പോകുമ്പോൾ ഈ ഇപ്പം ഹംസത്തിൻ്റെ കാഴ്ച വരുമ്പോൾ മറ്റ് സാമൂഹിക വിമർശനങ്ങളൊക്കെ അവിടെ വരുന്നു. അന്നേരം അങ്ങനെ സാമൂഹിക വിമർശനത്തിന് ഏതെങ്കിലും തരത്തിൽ വകയുള്ള ഭാഗങ്ങളിലെല്ലാം നമ്പ്യാർ അത് ഉൾപ്പെടുത്തി അവസാനം ഇടയ്ക്ക് ഇതുപോലെ തന്നെ ചാക്യാർ കൂടിയാട്ടത്തിന് നമ്പ്യാർ ഈ ചാക്യാർ സമുദായത്തിനും നമ്പ്യാർ സമുദായത്തിനും ഇവർ വർഷങ്ങളായിട്ട് ചാക്യാർ കൂത്ത് കേൾക്കുകയും ഇതിൻ്റെ ശ്ലോകങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് പല പല ശ്ലോകങ്ങളും പിന്നെ സംസ്കൃത ശ്ലോകങ്ങളും തുള്ളലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പം പിന്നെ ഈ സംസ്കൃതത്തിനോട് ഇച്ചിരി വിരക്തിയുള്ള തുള്ളൽക്കാർ വന്നതോടുകൂടി ഈ ശ്ലോകങ്ങളൊന്നും ഇപ്പം തന്നെ നടപ്പിൽ കിരാതത്തിലുള്ള ഒരു കൃത്വാവർത്തിക എന്ന് പറയുന്നൊരു ശ്ലോകം തന്നെ അതും പല വേദിയിലും അവതരിപ്പിക്കാറില്ല. അതുപോലെ പിന്നെ ചില വേദികളിൽ മാത്രമാണ് അവതരിപ്പിക്കപ്പെടുന്നതും. പിന്നെ ഇപ്പം അതിലേക്ക് വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പരദേവതകളെയും ഗുരുനാഥന്മാരെയും ഒക്കെ ഇങ്ങനെ അത് പിന്നെ സ്തുതിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കഥ തുടങ്ങി. തുള്ളൽ ഇതിന് ഒരു തുള്ളൽ കവിതയ്ക്കൊരു രസമുണ്ട്, ഒരു കാവ്യരസം നിറഞ്ഞതാണ്. കാരണം തുള്ളലിൻ്റെ അവതരണം കണ്ടില്ലേലും അത് വായിക്കുമ്പോൾ ആ വായനയിലൂടെ ഒരു രസം വായനക്കാരനുണ്ടാകുന്നു എന്നുള്ളതാണ്.
ഇപ്പം പിന്നെ തുള്ളലുകളെക്കുറിച്ച് പറയുമ്പോൾ ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടുവി എന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതപ്പുര. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ ഭടജനമെന്ന് പറയുന്നത് അന്നത്തെ തിരുവിതാംകൂറിലാണല്ലോ അദ്ദേഹത്തിൻ്റെ പിന്നെ ജനിച്ചതിന് ശേഷമുള്ള മരണം വരെയുള്ള കാലഘട്ടങ്ങളും തിരുവിതാംകൂറിലായിരുന്നു. അതിന് അവിടെയുള്ള ഒരു ഭടജനമെന്ന് പറയുന്നത് ഭടന്മാർ നായർ പടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം മറ്റ് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും ഈ ക്ഷേത്രങ്ങളിലേക്ക്, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ പിന്നെ തുള്ളൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രാങ്കണത്തിലാണെങ്കിലും പിന്നീട് ഇത് പുറത്താക്കപ്പെട്ടുവെങ്കിലും ഇത് ക്ഷേത്രത്തിൻ്റെ മതിലകത്തോടോ അല്ലെങ്കിൽ പിന്നെ തുള്ളൽ വളർന്നു വന്നത് ഇപ്പം വടക്കേ മലബാറിലോ പിന്നെ അതായത് കൊച്ചിയിലോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത തിരുവിതാംകൂറിലെ ചില ക്ഷേത്രങ്ങളിലുണ്ട്. അതായത് ക്ഷേത്രങ്ങളിപ്പം വടക്കുന്നാഥൻ്റെ പൂരപ്പുറമാണെങ്കിൽ ആ റോഡ് ഏകദേശം തെക്കൻ നാട്ടിലെ ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. അമ്പലത്തിനോട് ഈ റോഡിനോട് ചേർന്ന ഭാഗത്തിൽ ഒരു കളിത്തട്ട് കാണും. അതായത് 4 മണിക്ക് നേരത്തെ ആളുകൾക്ക് വന്ന് ഇരിക്കാൻ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇപ്പം അതങ്ങ് മാറി അമ്പലത്തിനോട് ചേർന്നു. കാരണം തുള്ളലിനെ ഈ ക്ഷേത്രത്തിന് പുറത്താക്കിയെങ്കിലും ഈ ആഗോളവൽക്കരണത്തിന് ശേഷമൊക്കെയാണെന്ന് തോന്നുന്നു ഈ തുള്ളൽക്കാരൻ എങ്ങനെയും അമ്പലത്തിൽ കയറി അകത്തായേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഇതൊരു അമ്പലത്തിനകത്തേക്ക് വന്നു. കാരണം നേരത്തെയൊക്കെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ വെളിയിലുള്ള ആൽത്തറയിലാണ്, അമ്പലത്തിന് വെളിയിൽ മതിൽക്കെട്ടിന് വെളിയിലുള്ള ആൽത്തറയിലാണ് തുള്ളൽ നടക്കുക. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെ. അല്ലെ ഈ കളിത്തട്ടുകളിൽ ഇപ്പം തന്നെ ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കളിത്തട്ടുകളും. വടക്കേ മലബാറിൽ തെയ്യത്തിൻ്റെ നാടാണ് വടക്കേ മലബാർ. അവിടെ തുള്ളൽ ഏറ്റവും കൂടുതൽ തെക്കൻ നാടിനേക്കാൾ തുള്ളൽക്കാരുണ്ടായതും വളർന്നതും വടക്കേ മലബാറിലാണ്. അതിനൊരു അത്യാവശ്യം ഒരു ചെറിയൊരു ശാസ്ത്രീയത ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വടക്കേ മലബാറിൽ. കാരണം നീലേശ്വരം രാജകുടുംബത്തിൻ്റെ കഥകളി പഠിപ്പിക്കുന്ന ശാലയിലാണ് പിന്നെ തുള്ളൽ പഠനം പയ്യന്നൂർ കൃഷ്ണമണിമാരെ കൊണ്ടുവരുന്നതും അദ്ദേഹമാണ്. അതിന് അവിടുന്ന് പഠിച്ച ആളാണ് മലബാർ രാമൻ നായർ. അന്ന് മുതലേ ഈ കഥകളിയോടുള്ള ഒരു പിന്നെ ചായ്വ്, ഒരു പിന്നെ കഥകളിയോട് അന്ന് മുതലേ ഒരു ചായ്വ് തുള്ളലിനുണ്ട്. പിന്നീട് കേരള കലാമണ്ഡലത്തിൽ വന്നപ്പം ആകെ പിന്നെ അതിനൊരു ഊട്ടിയുറപ്പിക്കലൂടെ ഉണ്ട്. ഇത് ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലല്ലാത്ത ബന്ധം ഉണ്ടായി എന്നൊക്കെ ചിലർ ചില സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പക്ഷേ തുള്ളൽ ഈ വന്ന കാലത്ത് കൃത്യമായ ഒരു മറ്റ് ശൈലികളെല്ലാം നഷ്ടപ്പെട്ടു. വടക്കൻ സമ്പ്രദായം, തെക്കൻ സമ്പ്രദായം, മധ്യ കേരളം, ഇപ്പോൾ ഗുരുവായൂർ ശേഖരൻ എന്നൊക്കെ പറഞ്ഞ് പ്രഗത്ഭരായ തുള്ളൽ കലാകാരന്മാരൊക്കെ ഈ നാട്ടിലും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പഴയ ശൈലികളൊക്കെ നഷ്ടപ്പെട്ട് രൂപത്തിലും ഭാവത്തിലുമൊക്കെ കലാമണ്ഡലത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് വരികയുണ്ടായി. ഇനി ആവിഷ്കർത്താക്കൾ, അതായത് ഉണ്ണായി വാര്യരെ സംബന്ധിച്ചിടത്തോളം അറിയാം, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിനടുത്ത് അകത്തൂട്ട് വാര്യത്താണ് അദ്ദേഹം ജനിച്ചത് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതിയാണ് ആട്ടക്കഥകളി. കാരണം കൂടുതലായിട്ട് പറഞ്ഞ് പോകണ്ടല്ലോ. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ലക്കിടി കിള്ളിക്കുറിശി മംഗലത്ത് ആണ് ജനിച്ചത്. അദ്ദേഹം തൻ്റെ ബാല്യകാലത്തിന് ശേഷം അച്ഛൻ്റെ കണ്ണമ്പള്ളി മനക്കൽ കോട്ടയം ജില്ലയിൽ അവിടെ ആയിരുന്നു. അവിടുന്ന് പുഴയിലെത്തി അവിടെ വെച്ചാണ് തുള്ളൽ രൂപപ്പെടുന്നത്. അങ്ങനെ തിരുവിതാംകൂറിലെത്തി തിരിച്ചു വരുമ്പോൾ പേപ്പട്ടി വിഷബാധയേറ്റ് ദാരുണമായി മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി താരതമ്യത്തിലേക്ക് വരുമ്പോൾ നളചരിതം തുള്ളലും കഥകളിയും തമ്മിലുള്ള താരതമ്യത്തിലേക്ക് വരുമ്പോൾ മഹാഭാരതത്തിലെ മൂലകഥയോട് അടുത്ത് നിൽക്കുന്നത് നളചരിതം തുള്ളലാണ്. കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും ശ്രീകർഷൻ്റെ നൈഷധീയ ചരിതത്തോട് കടപ്പാടുണ്ട്. ഉദാഹരണം, നളൻ ഹംസത്തെ കാണുന്ന ഭാഗം. സുവർണ ഹംസങ്ങളെ കണ്ടു. മൂലകഥ നമ്മൾ മുമ്പേ വായിച്ചപ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു, സുവർണ ഹംസങ്ങളെ കണ്ടല്ല വർണ്ണഹംസങ്ങളെ കണ്ടു എന്നു മാത്രമാണ് മഹാഭാരതത്തിൽ ഉള്ളത്. ശേഷം
രതിശ്രമേണ ഉറങ്ങുന്ന സമയത്ത് കടന്നു പിടിച്ചു. അത് വിലപിച്ചപ്പോൾ അതിനെ വിട്ടയച്ചു. ദയാശീലത കണ്ട് കംസം പ്രത്യുപകാരമായി ദമയന്തിയോട് ദൂത് പറയാമെന്നേറ്റു എന്നത് നൈഷധീയ ചരിതത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തിൽ നളൻ ഹംസത്തെ വിട്ടയക്കുന്നത് പ്രത്യുപകാരം ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആട്ടക്കഥയിലും തുള്ളലിലേക്ക് വരുമ്പോഴും വിട്ടയക്കുന്നത് കൊണ്ടാണ് പ്രത്യുപകാരം ചെയ്യുന്നത്. ഇത് നൈഷധീയ ചരിതത്തിൽ നിന്നും വരുന്നതാണ്. രതി ശ്രമേണ കിടക്കുന്ന അന്നത്തെയാണ് പിടിക്കുന്നത്. അതിനുശേഷം അതിനെ വിട്ടയക്കുകയും ബന്ധുക്കളെ കണ്ട അന്നം തിരിച്ചു വരികയും. തുള്ളലിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നുമില്ല. ഇതിനെ സംബന്ധിച്ച് കൈരളി വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്പ്യാർ തൻ്റെ രീതിയിൽ സ്വന്തം പ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് നൈഷധീയ ചരിതത്തെ അവലംബിച്ച ആട്ടക്കഥയിൽ ഉണ്ണായി വാര്യർ വരുത്തിയ സകല സൗന്ദര്യങ്ങളും കിട്ടിയിരുന്ന ഗുണങ്ങൾ കൂടി നഷ്ടപ്പെടുത്തിയെന്നാണ്. അതായത് നൈഷധീയ ചരിതത്തെ അവലംബിച്ച് ആട്ടക്കഥയിൽ ഉണ്ണായി വാര്യർ വരുത്തിയ സകല സൗന്ദര്യങ്ങളെയും കിട്ടിയിരുന്ന ഗുണങ്ങൾ കൂടി കുഞ്ചൻ നമ്പ്യാർ നഷ്ടപ്പെടുത്തി എന്ന് പന്മന രാമചന്ദ്രൻ നായർ കൈരളി വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായം കാണുമ്പോൾ എനിക്ക് ഇതിന് തോന്നിയ ഒരു കാര്യം, ഇതിന് കാരണം നമ്പ്യാരുടെയും ഉണ്ണായിവാരുടെയും വീക്ഷണങ്ങൾ തമ്മിൽ വലിയ അകലമുണ്ട്. രണ്ടുപേരുടെയും കാഴ്ചപ്പാട് രണ്ട് രീതിയിലുണ്ട്. പന്മന രാമചന്ദ്രൻ നായരുടെ കാഴ്ചപ്പാടിൽ കല്യാണ സൗന്ദര്യം നളയരുതം ആട്ടക്കഥയിലുണ്ടായിരുന്ന സകല സൗന്ദര്യങ്ങളും നമ്പ്യാർ തുള്ളലെഴുതിയതോടുകൂടി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇനി ഞാനതിനോട് പൂർണ്ണമായും ഒരു തുള്ളൽക്കാരൻ എന്ന നിലയിൽ യോജിക്കാൻ പറ്റുമോ എന്നുള്ളത് യോജിക്കുന്നില്ല. ഇപ്പം ഇതിലെ ആദ്യം തന്നെ തുള്ളലിൽ തുടങ്ങുമ്പോൾ, ഇപ്പം ഹംസത്തെ കാണുന്ന ഭാഗം മുമ്പ് ഉദാഹരണം പറഞ്ഞെങ്കിലും തുള്ളൽ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഒരു ശ്ലോകമാണ്. അതായത് പുരരിപൂവാകിയ ഭഗവാൻ തന്നുടെ തിരുമടി തന്നിൽ വസിക്കും പാർവതി തിരുമുടി ജടയിൽ സുരവാഹിനിയുടെ തിരുമുഖവും കുളിർ കൊങ്കദ്വയവും. അതായത് ശിവൻ്റെ തലമുടിയിൽ ഒരു സുരവാഹിനിയുടെ ഗംഗാദേവിയുടെ തിരുമുഖവും കൊങ്കദ്വയവും കണ്ടു. അതിലെ പരിചൊടു കണ്ടു സഹിക്കരുതാഞ്ഞ പുരഹരനോടിക ചോദ്യം ചെയ്തു തിരുമുടി ജടയുടെ നടുവിൽ വിളങ്ങി പരിചൊടു കാണുന്നെന്തൊരു വസ്തു. അപ്പം ശിവൻ പറഞ്ഞു, ഹരനരുൾ ചെയ്തിതു നമ്മുടെ ജടയിൽ പെരുകിന വെള്ളം വേർപെടുകില്ല ഉരുളകതിക്കും എന്നുടനാഥ സരസം മുഖമതു കാണാകുന്നു. കള്ളം പറയേണ്ട, ഇത് ഉന്നത് മുഖം കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഓരോന്നും പറയുന്നു. മുഖമല്ലതകോ ജലവതിലുളവാം വിഗത സരോജപതെന്നറിയണം. അത്തരം ചോദിക്കും, വിഗത സരോജയെ കുറുനിര നഗരം. വിഗത ഈ താമരയിലെവിടെ ഈ കുറുനിര ഒഴിക്കുന്നത്? കുറുനിരയല്ലത് കോകദ്വന്ദ് കുറുനിരയല്ലത് കോകദ്വന്ദ്ം നളിന സമീപേ വിളയാടുന്നു കളിവചനം വാ കാര്യവിധം വാ കരളിലെനിക്കു വിവാഹ വിധാനി. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനം ഇങ്ങനെ ഗിരിസുതയോട് മാനസവഞ്ചന ചെയ്തരുളുന്ന ഗംഗാധരനാം കിള്ളിക്കുറിശിയിൽ അമർന്ന മകേശൻ കാത്തരുളയണമെന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം, ഈ ഗണപതി അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ഇങ്ങനെ കപടഗിരങ്കിരസുതയോട് മാനസവഞ്ചന ചെയ്തരുളുന്ന ഗംഗാധരനാം കിള്ളിക്കുറിച്ചിയിൽ അമർന്ന മഹേശൻ കാത്തരുളയണം. അതായത് ശിവനെ സ്തുതിക്കുമ്പോഴും ശിവനെ കൂടി പരിഹാസത്തിൻ്റെ മുനകിൽ ചൂണ്ടിക്കൊണ്ട്, അതായത് ശിവനെന്ന് പറയുന്നത് ഒരു ദൈവസങ്കല്പമാണല്ലോ, ആ ദൈവസങ്കല്പത്തെ കൂടി നമ്പ്യാർ എന്ത് ചെയ്യുകയാണ്? ഇത്തരത്തിൽ ഇങ്ങനെ കപടഗിരങ്കിരി സുതയോട് മാനസവഞ്ചന ചെയ്തിരുന്ന നമ്പ്യാർ ഒരു ശിവനെ കൂടി ഒരു പരിഹാസത്തിൻ്റെ മുനകിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു
ആമുഖം കൊടുത്തതിനു ശേഷമാണ് സുദൃഢമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൻ്റെ കഥ പറയുകയാണ്. അതായത് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഒരു അവിഹിതത്തിൻ്റെ കഥ ആദ്യം പറഞ്ഞു കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പിന്നെ ശിവനും ഗംഗാദേവിയും തമ്മിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് പാർവതി ദേവി ഈ സമകാലികമായ കാലഘട്ടത്തിൽ നിരവധി വിഷയങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അന്നേരം ആ കാലഘട്ടത്തിൽ ഈ പിന്നെ ഇങ്ങനെയൊക്കെ വഞ്ചന ചെയ്യുന്ന ഗംഗാധരനാം കിള്ളിക്കുറിശിയിൽ അമർന്ന മകേശൻ കാത്തരുളയണം എന്ന് പറഞ്ഞിട്ടാണ് നളൻ്റെയും ദമയന്തിയുടെയും കഥ പറഞ്ഞു തുടങ്ങുന്നത്. അന്നേരം ഉലകുട പെരുമാളിൻ്റെ സഭയിൽ വെച്ചാണ് ഉലകുട പെരുമാൾ ഒരു വൃദ്ധനാണ് തുള്ളലിൽ നളചരിതം കഥ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ഉലകുട പെരുമാളിൻ്റെ സഭയിൽ ഒരു വൃദ്ധൻ ഇങ്ങനെ കഥ പറയുകയാണ് ഈ നളൻ്റെ കഥ. പക്ഷേ ഈ നളചരിതം എന്ന് പറയുന്ന കഥ പണ്ട് മുതൽക്കേ തുള്ളൽക്കാരുടെ ഇടയിൽ നടപ്പുണ്ടായിരുന്നൊരു കഥയല്ല. അതായത് വടക്കേ മലബാറിലായാലും തെക്കൻ തിരുവിതാംകൂറിലാണെങ്കിലും ഈ ദൂതിൻ്റെ ഭാഗം മാത്രം കുറച്ച് ആളുകൾ അവതരിപ്പിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെയും ഇച്ചിരി പാരമ്പര്യം പറയാവുന്ന പണയിലെ കുറുപ്പാശാനൊക്കെ നൂറിനാട് പണയിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രൻ പോകുന്ന ഇങ്ങനെ പാടി സ്തുതി ചെയ്യുന്നൊരു അങ്ങനെ ഇവർ വേളിക്ക് പോകുന്ന ഭാഗം തൊട്ട് അങ്ങോട്ടേ അവിടെയും അവതരിപ്പിക്കുന്നുണ്ട്. ഈ രണ്ടാം കളം ഇന്നേ വരെ അവതരിപ്പിച്ചതായിട്ട് എൻ്റെ ഒരു അടുത്ത ഒരു 50 വർഷത്തിനിടയ്ക്ക് അവതരിപ്പിച്ചിട്ടുള്ള തുള്ളൽക്കാരും തന്നെ ഇല്ല. കാരണം ഈ ദൂതിൻ്റെ ഭാഗം ഇപ്പോഴും അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മഹേന്ദ്രേട്ടൻ ഇങ്ങനെ പിന്നെ ചേച്ചി അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയാണ് നളൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഉണ്ണായി വാര്യരുടെ കഥാപാത്രങ്ങളെ ഉണ്ണായി വാര്യർ കഥാപാത്രങ്ങളെ ഇപ്പോൾ അവതരിപ്പിക്കുന്നു. ഇപ്പം നാരദനായിക്കോട്ടെ, ഹംസം, ദമയന്തി, നളൻ ഇവയൊക്കെ ഒരു ദിവ്യമായ മാനത്തിലും ഒരു കുലീന സങ്കല്പത്തിലും അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ പരിസരങ്ങളിലേക്ക് ഈ കഥാപാത്രങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന് ഇപ്പം ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്നും വരുന്ന ഒരു ആളായിട്ടല്ല തുള്ളലിൽ ഹംസത്തെ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു തുള്ളലിലെ ഹംസത്തിന് ഒരു ദിവ്യത്വവും നമ്പ്യാർ നൽകിയിട്ടില്ല. ഇപ്പം ഹംസം കഥകളിയിൽ വരുന്ന സമയത്ത് പിന്നെ ഉണ്ണായി വാര്യർ അതിനെ പറയുന്ന പോലെ ഒരു ദിവ്യത്വവും തുള്ളൽ നമ്പ്യാർ പിന്നെ ഹംസത്തിനും നൽകുന്നില്ല. ഇപ്പം ദമയന്തിയെ തന്നെ ഒരു കൊച്ചു കുട്ടിയായിട്ടൊന്നും അല്ല പിന്നെ കുട്ടിയായിട്ടല്ല ഹംസത്തെ അഭിമുഖീകരിക്കുന്നത്. ചെറുതായില്ല ചെറുപ്പം എന്ന രീതിയിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു കൊച്ചുകുട്ടിയായിട്ടേ അല്ല നമ്പ്യാരുടെ ദമയന്തി വരുന്നത്. ഈ രീതിയിൽ വലിയ മാറ്റങ്ങൾ കഥാപാത്രങ്ങളുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും അവരുടെ സംഭാഷണത്തിലും കഥാപാത്ര പരിചരണത്തിലും രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഒരു മനഃപൂർവ്വം വന്നിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പ്യാർക്ക് ഇതാണ് സൗന്ദര്യം എന്നറിയാഞ്ഞിട്ടല്ല. പക്ഷേ സാമൂഹിക വിമർശനത്തിലുപരി നളോപാഖ്യാനത്തിൽ ഹംസത്തെ കാണുന്ന കാഴ്ചയിൽ സാമൂഹിക വിമർശനമുണ്ട്. അതായത് ഇപ്പം കഥകളിയിൽ നിന്നും വ്യത്യസ്തമായിട്ടിപ്പം നളൻ പിന്നെ ഹംസത്തെ വിട്ട് കഴിയുമ്പോൾ നളൻ പിന്നെ തൂത് പറയാൻ വേണ്ടി ഹംസ ഉയർന്ന് പറന്ന് നേരെ മുറ്റത്തുള്ളൊരു തെങ്ങിൻ മുകളിൽ പറ്റിച്ചെവിയും പാർത്തു വസിച്ചു. അന്നേരം ഇങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു ജാതി വിഭാഗത്തിൻ്റെ അരക്ഷിതാവസ്ഥയിൽ നമ്പ്യാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. അതായത് നമ്പ്യാരുടെ വിമർശനം കേട്ടാൽ ഓർക്കും ഒരു ജാതി വിഭാഗത്തെയും നമ്പ്യാർ ഇക്കണക്കിന് വിമർശിച്ചിട്ടില്ല. നായർ എന്ന് പറയുന്ന ഒരു നായർ സമുദായത്തെ നമ്പ്യാർക്ക് എവിടെയെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അവിടെ നായരെക്കുറിച്ച് രണ്ടെണ്ണം പറയാതെ നമ്പ്യാർ പോകത്തില്ല. കാരണം ഇവിടെ തന്നെ നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്ക് അരി കിട്ടില്ല, ആയതു കേട്ടു കലമ്പിച്ചെന്നവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നൂടെ തലയിലൊഴിച്ചു, കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു വിതച്ചു, ഉരല് വഴിച്ച് കിണറ്റിലെറിഞ്ഞു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, ചിരവയെടുത്തത് തീയിലെരിച്ചു, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, പിന്നെ അതുകൊണ്ടരിശം തീരാഞ്ഞവരും പുരയുടെ ചുറ്റും വണ്ടി നടന്നത്. അതായത് തൻ്റെ
തിരുവിതാംകൂറിൽ എന്ന് പറഞ്ഞാൽ നായർ വിഭാഗത്തിലെ സ്വത്തവകാശം സ്ത്രീകളാണ്. സ്ത്രീ കേന്ദ്രീകൃതമാണ് സ്വത്തവകാശം. ഇപ്പം നായർ പടയാണ് തിരുവിതാംകൂറിലെ നായർ പടയാണ്. ഇതിലെ ആയുധം വരെ പണയം വെച്ച് കള്ളു കുടിക്കുക. അതായത് കള്ളു കുടിക്കും നായന്മാരുടെ ചെള്ളയ്ക്കൊന്നു, അതായത് കാലൻ സന്താനഗോപാലത്തിൽ അർജുനൻ കാലപുരി തുറക്കുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാർ അവസാനം പത്താമത്തെ പുത്രനെ കാണാതായിട്ട് യമൻ്റെ അടുത്ത് ചെന്നിട്ട്, അല്ലയോ ജ്യേഷ്ഠൻ്റെ അച്ഛനാണല്ലോ യമപുരി അങ്ങോട്ട് തുറന്നു കൊടുക്കുമ്പോൾ നമ്പ്യാർ കണ്ട ആദ്യത്തെ കാഴ്ച കള്ളു കുടിക്കും നായന്മാരുടെ ചെള്ളയ്ക്കൊന്നു കൊടുക്കണ കണ്ടു, വള്ളികൾ കൊണ്ട് വരിഞ്ഞത് കണ്ടു, പാശം കൊണ്ട് മുറുക്കുന്നത്. അന്നേരം ഇതേപോലെ തന്നെ ഈ നായർ വിഭാഗത്തിനെ വലിയ രീതിയിൽ, പക്ഷേ നമ്മളുടെ ഗണേശൻ മാഷിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്പ്യാർ വാക്കും സമൂഹവും. അദ്ദേഹം നായർ വിഭാഗത്തെ ഇത്തരത്തിൽ വിമർശിച്ചിട്ടെങ്കിലും ആ വിഭാഗത്തിനോടൊരു വാത്സല്യം നമ്പ്യാർക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു നായർ വിഭാഗത്തെക്കുറിച്ച്, അന്നത്തെ ആ നാട്ടിലെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് കുഞ്ചൻ നമ്പ്യാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം തന്നെ അവിടെ അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ചിത്രം കുഞ്ചൻ നമ്പ്യാർ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അത് നളയരിതം കഥകളിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. അതായത് അപമൃത്യുക്കളും അവതാളങ്ങളും അപമാനങ്ങളും ഉണ്ടായി വരുമേ വിശ്വജനത്തിനു ഈശ്വരനെന്നൊരു വിശ്വാസത്തിന് കുറവ് തുടങ്ങും. ഓത്തു തുടങ്ങും വിപ്രന്മാർക്കും പേർത്തു തുടങ്ങും മറ്റുള്ളവരും. ഇപ്പോൾ അത് കഴിഞ്ഞ് ഓർത്തു തുടങ്ങും ശൂദ്രാദികളും. അതായത് ഓത്തു തുടങ്ങുന്ന ശൂദ്രാദികൾ, അതായത് ശൂദ്രൻ വേദം പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേദം പഠിക്കുമ്പോൾ അതൊരു നവോത്ഥാനമായിട്ടൊന്നും അല്ല നമ്പ്യാർ അവിടെ കാണുന്നത്. ഇപ്പോൾ കലിബാധ ഏൽക്കുന്ന സമയത്ത് ഇന്ന രീതിയിലുള്ള ഇത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പം നാരദനെ തന്നെ നളയരിതം ആട്ടക്കഥയിൽ നളനും ദമയന്തിക്കും സഞ്ചാരികൾ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നളയരിതം ഈ നാരദനെക്കുറിച്ച് ഏഷണിക്ക് നടക്കും ഞാൻ 7 ലോകത്തിലും, ഈ കാന്താരതാരത്തിൽ ഏഷണി എന്ന പാഠത്തിന് നൽകുന്നത് നുണ പറഞ്ഞു എന്നാണ്. ഇപ്പോൾ കൈരളി വ്യാഖ്യാനത്തിൽ ഏഷണി എന്ന് നൽകിയിരിക്കുന്നത് ഏഷണ എന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടെ ഒരു നാരദനെയും ഒരു കലഹപ്രിയനായിട്ടല്ല അവതരിപ്പിക്കുന്നത്. പക്ഷേ കുഞ്ചൻ നമ്പ്യാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇയാളൊരു കലഹപ്രിയനാണെന്നും ഏഷണി പറയുന്നവനാണെന്നും ഒക്കെ. ഉണ്ണായി വാര്യലിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുമ്പോൾ, കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ കുഞ്ചൻ നമ്പ്യാരും പറയുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ പാഠം ഇപ്പോൾ നാരദനെ തന്നെ എടുക്കുവാണെങ്കിൽ അങ്ങോട്ട് അത് മാറ്റമുണ്ട്. ഇപ്പം തന്നെ അന്നം ഇറങ്ങിപ്പോകുന്നത് കാണാം. ഇപ്പം തന്നെ അന്നം ക്ഷിതിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു സാധാരണമായിട്ടാണ്, ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഒരാളായിട്ടൊന്നുമല്ല പറയപ്പെടുന്നത്. പക്ഷെ കഥകളിയിൽ ശിവശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജൻ എന്നുള്ള രീതിയിലെ ഒരു പദമുണ്ടല്ലോ അവിടെ. അരയന്നം തൻ്റെ കുടുംബത്തെ ഓർത്ത് പറയുന്നു, നിരാലംബം മമ കുടുംബവും. ഇനി തുള്ളലിൽ ആദ്യം തന്നെ ശപിക്കുകയാണ്. അതായത് നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കും, അത് ഓർത്തിയിടണം എന്ന്. അതായത് എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ വംശം മൊത്തവും നശിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു ശാപം പോലെ തന്നെ ഒരു മുന്നറിയിപ്പ് കഥകളിയിൽ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഇങ്ങനെ ഹംസത്തിൻ്റെ ഭാഷയിൽ നമ്പ്യാർ അവതരിപ്പിക്കുമ്പോഴും ഒരാവശ്യമില്ലാതെ മനുഷ്യരെ കൊല്ലുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരു കഥാപാത്രം, കാരണം അന്നത്തെ രാജഭരണമാണ്, അതായത് പിന്നെ ഒരാവശ്യവുമില്ലാതെ മനുഷ്യൻ്റെ ജീവന് നിസ്സാരമായ വില കൽപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് മനുഷ്യനെ ഇന്നത്തെ കാലത്തെ പോലെ അല്ല, മനുഷ്യ ജീവിതത്തിന്, അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ അതിൻ്റെ തെറ്റോ ശരിക്കോ അപ്പുറത്ത് ജീവൻ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഇത് പറയുന്നത്. ഇപ്പം ഹംസൻ ദമയന്തിയെ വർണ്ണിക്കുന്ന സമയത്ത് കുലീനതയോടുകൂടിയും ആണ് ഉണ്ണായി വാര്യർ ഒരു ഇതിലേക്ക് പറയുന്നത്. കാവ്യമതിയാണ്, സൗന്ദര്യവതിയാണ്, സ്വർണത്തിന് സുഗന്ധമെന്ന പോലെ രൂപഗുണത്തോട് കൂടിയവളാണ് എന്നൊക്കെ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ കൃത്യമായിട്ട് പറയുന്നു. അവൾ സ്വർഗസുന്ദരിമാരുടെ അഹങ്കാരത്തിന് അതിരുകൾ ഉള്ളവളാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദമയന്തിയെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്പ്യാർ ദമയന്തിയെ വർണ്ണിക്കുന്ന ഭാഗത്ത് നമ്പ്യാർ ഇച്ചിലൂടെ ഒരു മുതിർന്ന സ്ത്രീയായിട്ടാണ് പറയുന്നത്. അതായത് പല വടിവും വന്നു ചമഞ്ഞു, തലമുടിയും വന്നു തികഞ്ഞു, മുലയിണയും മാറുകവിഞ്ഞു, ശിശുത കഴിഞ്ഞു, വശത വഴിഞ്ഞു, മറവുമൊഴിഞ്ഞു, മനമതഴിഞ്ഞു. അതായത് ഇച്ചിലൂടെ ഒരു യൗവനയുക്തയായ ഒരു സ്ത്രീയായിട്ടാണ് പറയുന്നത്. ആട്ടക്കഥയിൽ ദമയന്തി അധികം ഒരു ബാലിശമായ പല ഇതുമുള്ള രീതിയിൽ, അതായത് ഒരു മുതിർന്ന ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു യുവതിയായിട്ടല്ല ഉണ്ണായി വാര്യർ അവതരിപ്പിക്കുന്നത്. ഇപ്പം യുവതിയുടെ ഒരു എല്ലാ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഈ നമ്പ്യാരുടെ ദമയന്തിക്കുണ്ട്. നമ്പ്യാരുടെ ദമയന്തി ഇതിലേക്ക് വരുമ്പോൾ അതിൽ നമ്പ്യാർ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ലൈംഗിക തൃഷ്ണയുള്ള ഒരു സ്ത്രീയായിട്ടാണ്, അതായത് ആ ഒരു പ്രായത്തിൽ തോന്നാവുന്ന എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്പ്യാർ ദമയന്തി അവതരിപ്പിക്കുന്നത്. അതിൽ ചില വരികൾ ഞാൻ പരാമർശിക്കും. അതിനുശേഷം സ്ത്രീകളുടെ ഒരു താൻ പോരുമയൊക്കെ നമ്പ്യാരുടെ ദമയന്തിക്കുണ്ട്. അങ്ങനെ ഒരു നായർ സ്ത്രീകളുടെ, അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ സ്വത്തവകാശം നായർ സ്ത്രീകൾക്കാണ്. അന്നേരം ആ ഒരു ഇത് നമ്പ്യാരുടെ ദമയന്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്പ്യാരുടെ ദമയന്തിയിൽ ആട്ടക്കഥയിലെ പോലെ ഒരു കുലസ്ത്രീയായിട്ടോ ലജ്ജ കൊണ്ട് എല്ലാം മറക്കുന്നവൾ ഒന്നുമായിട്ടല്ല നമ്പ്യാരുടെ ദമയന്തി. ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പക്വതയുള്ള ഒരു സ്ത്രീയായിട്ടാണ് നമ്പ്യാരുടെ ദമയന്തിയെ ഇത് പറയുന്നത്. പിന്നീട് ഈ അരയന്നം പോകുന്ന ഭാഗം, ഇത് ഒന്നാം കളത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അന്നേരം ഇപ്പം അരയന്നം പോകുന്ന സമയത്ത് നാടുകൾ കണ്ടു, വീടുകൾ കണ്ടു, കൂടുകൾ കണ്ടു, കൂടുകൾ കണ്ടു, വീടുകളിൽ അങ്ങനെ ഒരു നാടിൻ്റെ ഒരു കാഴ്ച കൃത്യമായിട്ട് നമ്പ്യാർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒന്നാം കളത്തിലേക്ക് വരുമ്പോൾ ഈ നമ്പ്യാരുടെ ഇതിൽ ആദ്യത്തെ സ്വയംവരത്തോടു കൂടി വളരെ ലഘുവായിട്ട് കഥ അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഭൂമിപതിവരനായ നളങ്കൽ പ്രേമമുതച്ചോ ശശിധരവദനെ നിങ്കലുറപ്പുണ്ടെന്നു എന്നാകിൽ സങ്കടമകിലും ഒഴിക്കുന്നു ഞാൻ എന്ന് അത് കൃത്യമായിട്ട് ഹംസം ദമയന്തിയുടെ തീരുമാനം ഉറച്ചതാണോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അവരൊരു സംശയമൊന്നും ഇല്ലാതെ ആണ് കൃത്യമായിട്ട് ദമയന്തി അവിടെ കാര്യം പറയുന്നത്. ഇപ്പം നളൻ ദേവന്മാരെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒന്നാം കളത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. മനസ്സിലാകുന്ന ദേവന്മാർ ആട്ടക്കഥയിൽ ദേവന്മാർ നളനെ ദൂതിനയക്കുന്നുണ്ട്. ആട്ടക്കഥയിൽ അങ്ങനെയില്ല. തേടിയ വല്ലി കാലിൽ ചുറ്റി എന്ന പോലെ നളനെ ദൂത് പറയിപ്പിക്കുവാൻ അവർ തീരുമാനിക്കുകയാണ്. ആട്ടക്കഥയിൽ ഒരിക്കലും ദമയന്തിക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് നളൻ വെളിപ്പെടുത്തുന്നതും ഇല്ല. ഇങ്ങനെ അവസാനം വേളി കഴിയുന്നതോടുകൂടിയാണ് നളയരിതം തുള്ളലിൻ്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത്. ഇപ്പം സുന്ദരനാകിയ നമ്മെ കണ്ടാൽ സുന്ദരി വന്നിക മടിയിൽ കയറും, വന്നിക കണ്ട ജളത്തം പറവാൻ എന്ന് പഠിച്ചോ
മനുജകിശോര എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു നിഗമനം എന്ന രീതിയിലേക്ക് വരുമ്പോൾ, ഒന്നാം കളത്തിൻ്റെ അവസാനം ഒരു നിഗമനം എന്ന രീതിയിലേക്ക് പറയുമ്പോൾ, ഇപ്പോൾ നളോപാഖ്യാനത്തെ ധാരാളം കവികൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പലതരത്തിൽ ആഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപസംഗ്രഹം എന്ന നിലയിൽ, ഒരു ദൃശ്യകലാ സാഹിത്യം എന്ന നിലയിൽ കേരളീയ കലയായ കഥകളിക്കും തുള്ളലിനും വേണ്ടി ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒരുപോലെ തന്നെ നളോപാഖ്യാനത്തെ ഉപയോഗിച്ചു. എങ്കിലും വർത്തമാന കാലത്തിൽ ഒരു ദൃശ്യകല എന്ന നിലയിൽ കഥകളിക്ക് വേണ്ടി ഉണ്ണായി വാര്യർ രചിച്ച നളയരിതം ആട്ടക്കഥയാണ് അരങ്ങു വാഴുന്നത്. എന്നാൽ അന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്നും ഉണ്ണായി വാര്യർ രചിച്ച നളയരിതം ആട്ടക്കഥയാണ് ഇന്നും അരങ്ങു വാഴുന്നത്. നളയരിതം തുള്ളലാണെങ്കിൽ അവതരിപ്പിക്കുന്നത് തന്നെ വിരളം എന്നുള്ളതിൽ 1 2 അല്ലേ 3 പേര് ഇപ്പം ഇത് റെഗുലറായിട്ട് അരങ്ങത്ത് ചെയ്യുന്നവരാരും തന്നെ ഒരു 10 വർഷത്തിന് മുമ്പില്ലായിരുന്നു. ഇപ്പോഴൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് ഉള്ളത് അത് ഈ ദൂതിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. ഉണ്ണായി വാര്യർ തൻ്റെ ആട്ടക്കഥയിൽ കഥ മുഴുവനും അവതരിപ്പിക്കുന്നത് കഥയുടെ നാടകീയതയ്ക്ക് ഉതകുന്ന തരത്തിലാണ്. പല കൂട്ടിച്ചേർക്കലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നാൽ കുഞ്ചൻ നമ്പ്യാർ പല കഥകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഈ കാർക്കോടകൻ ദംശിക്കുന്ന ഭാഗങ്ങളും അവസാനം കാട്ടിൽ പോയിട്ട് ഇവർ ആ ശോകമുഖമായ അവസ്ഥകളൊന്നും തുള്ളലിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ തുള്ളൽ കഥയുടെ ഒരു സ്വഭാവം അതായതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു. പക്ഷേ നളയരിതം കിളിപ്പാട്ടിൽ ഇത് നമ്പ്യാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് വനവാസത്തിന് പുറപ്പെടുന്നത് വരെ ആണ് കഥ ഒന്നാം കളത്തിൽ അവസാനിക്കുന്നത്. പക്ഷേ രണ്ടാം കളം വലിയ വിസ്താരത്തിലാണ് നമ്പ്യാർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താഞ്ഞത്. കാരണം ഈ സമയം കൊണ്ട് അത് തീരുകയില്ല. ഇപ്പോൾ ഉണ്ണായി വാര്യരും നമ്പ്യാരും രചനയിൽ 2 കലാരൂപങ്ങൾക്ക് വേണ്ടി രചിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ സങ്കേതത്തിനനുസരിച്ചാണ് ഈ കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. അന്നേരം അതിൻ്റേതായ വ്യത്യാസങ്ങൾ 2 കലാരൂപങ്ങളുടെയും സാഹിത്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ദമയന്തി അവസാനം അമ്മയെ കാണുന്ന ഭാഗത്തും അങ്ങനെ ബ്രാഹ്മണന്മാരെ അന്വേഷിച്ചയക്കാൻ നേരം ഒരാൾ തിരിച്ചു വരുന്നതായിട്ടാണ് കഥകളിയിൽ. പക്ഷേ കുഞ്ചൻ നമ്പ്യാർ 5-8 പേരെ അയക്കുന്നുണ്ട്. 5-8 പേരും തിരിച്ചു വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളെ നമ്പ്യാർ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ ആണ് നളയരിതത്തിൽ വളരെ ലഘുവായ രീതിയിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്തായാലും ഈ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് കലാമണ്ഡലം മലയാളപ്പുഴ നിഖിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ പ്രഭാഷണം നടത്തി അതിഥിയെ ആദരിക്കാനായിട്ട് ഭരതൻ മാസ്റ്ററെ സാദരം ക്ഷണിക്കുന്നു.